ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രവിക്കുന്ന എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവർക്കും നമ്മെ ചേർത്തുകൊള്ളുവാനായി വേഗം വരുന്ന കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ സ്നേഹവന്ദനം. കഴിഞ്ഞ ദിവസം നാം ദാവീദിനെക്കുറിച്ച് ചില കാര്യങ്ങൾ ചിന്തിക്കുകയായിരുന്നല്ലോ. ദൈവം ബോധിച്ച ഒരു വ്യക്തി, ദൈവഹിതപ്രകാരം ജീവിച്ച ഒരു വ്യക്തി എന്ന് ദാവീദിനെക്കുറിച്ച് പറയുവാൻ എന്താണ് കാരണം? ദൈവം ബോധിക്കുന്ന ഒരു വ്യക്തി എങ്ങനെ ആയിരിക്കും എന്നുള്ളതാണ് നാം ചിന്തിച്ചത്. ദാവീദിനെക്കുറിച്ച് പറയുമ്പോൾ ദൈവം ബോധിച്ച ഒരു വ്യക്തി. അപ്പോൾ ഇംഗ്ലീഷിൽ പറയുന്നത് കുറച്ചും കൂടെ നമുക്കത് ഹൃദയത്തിൽ തോന്നും. ഐ ഹാവ് ഫൗണ്ട് ഡേവിഡ് ദ സൺ ഓഫ് ജെസ്സി എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട് ഹു വിൽ ഡു ഓൾ മൈ വിൽ. അതാണ് നമുക്ക് ഇംഗ്ലീഷിൽ വായിക്കുമ്പോൾ കുറച്ചും കൂടെ അത് ദ സൺ ഓഫ് ജെസ്സി എ മാൻ ആഫ്റ്റർ മൈ ഓൺ ഹാർട്ട്, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരം യോജിച്ച, ദൈവത്തിന് ബോധിച്ച ഒരു, ദൈവത്തിൻ്റെ ഹൃദയപ്രകാരമുള്ളൊരു വ്യക്തി. അങ്ങനെയാണ് ദാവീദിനെക്കുറിച്ച് പറയുന്നത്. അങ്ങനെ കർത്താവ് പറയുന്നതിന് എന്താണ് കാരണം? ദാവീദിൻ്റെ ഏതൊക്കെ സ്വഭാവവിശേഷങ്ങളാണ് ദൈവം ആഗ്രഹിക്കുന്ന ഒരു വ്യക്തിയിൽ ഉണ്ടായിരുന്നു എന്നുള്ളത് നമുക്ക് ദാവീദിൻ്റെ ജീവിതത്തിൽ നിന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. കഴിഞ്ഞ പ്രാവശ്യം നാം കണ്ടു ദാവീദിനെക്കുറിച്ച് ഒന്നാമത്തെ ഉള്ളതായിട്ടുള്ള കാര്യം, ദാവീദ് തൻ്റെ വിശ്വാസം പ്രവൃത്തിയിൽ കൂടെ കാണിച്ചൊരു വ്യക്തിയായിരുന്നു എന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതായിട്ട് ദാവീദിനെക്കുറിച്ച് ചിന്തിക്കേണ്ടത്, ദാവീദിൻ്റെ സ്വഭാവത്തെക്കുറിച്ച് ഓർക്കേണ്ടതായിട്ടുള്ള കാര്യം, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു ദാവീദ് എന്ന് കാണുവാനായിട്ട് സാധിക്കും. നമുക്കൊരു വേദഭാഗം വായിക്കാം. 1 ശമൂവേൽ 24:4 മുതലുള്ള വാക്യങ്ങൾ നമുക്കൊന്ന് വായിക്കാം. ദാവീദിൻ്റെ ആളുകൾ അവനോട്, ഞാൻ നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിക്കും, നിനക്ക് ബോധിച്ചതുപോലെ അവനോട് ചെയ്യാം എന്ന് യഹോവ നിന്നോട് അരുളി ചെയ്ത ദിവസം ഇതാ എന്ന് പറഞ്ഞു. അപ്പോൾ ദാവീദ് എഴുന്നേറ്റ് ശൗലിൻ്റെ മേലങ്കിയുടെ അറ്റം പതുക്കെ മുറിച്ചെടുത്തു. ശൗലിൻ്റെ വസ്ത്രാഗ്രം മുറിച്ചു കളഞ്ഞതുകൊണ്ട് പിന്നത്തേതിൽ ദാവീദിൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി. അവൻ തൻ്റെ ആളുകളോട്, യഹോവയുടെ അഭിഷിക്തനായ എൻ്റെ യജമാൻ്റെ നേരെ കൈയെടുക്കുന്നതായ ഈ കാര്യം ചെയ്യുവാൻ യഹോവ എനിക്ക് ഇടവരുത്തരുതേ, അവൻ യഹോവയുടെ അഭിഷിക്തനല്ലോ എന്ന് പറഞ്ഞു. ഇങ്ങനെ ദാവീദ് തൻ്റെ ആളുകളെ ശാസിച്ചമർത്തി. ശൗലിനെ ദ്രോഹിപ്പാൻ അവരെ അനുവദിച്ചതുമില്ല. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത്, ശൗൽ ദാവീദിനെ കൊല്ലുവാനായിട്ട്, ദാവീദിനെ പിടിക്കുവാനായിട്ട് മരുഭൂമി മുഴുവനും ചുറ്റിക്കറങ്ങുന്നതായിട്ടാണ് നമുക്ക് കാണുവാനായിട്ട് സാധിക്കുന്നത്. ഈ ഒരു ചെള്ളു പോലെയുള്ള ദാവീദിനെ ഒരു പ്രജ മാത്രമാണ്. ശൗൽ രാജാവാണ്. എന്നാൽ ദാവീദിനെ പിടിക്കുവാനായിട്ട് ശൗൽ പുറപ്പെടുകയാണ്. കാരണം ശൗലിനറിയാം ദാവീദ് രാജാവാകുമെന്നുള്ളത്, ദാവീദിനും അറിയാം ദാവീദ് രാജാവാകുമെന്നുള്ളത്. എന്നാൽ ദാവീദിനെ അഭിഷേകം ചെയ്താണെന്ന് ദാവീദിനറിയാം. എന്നാൽ ദാവീദ് ക്ഷമയോടുകൂടി തൻ്റെ അവസരത്തിനായിട്ട് ദൈവം എപ്പോൾ ഒരുക്കുന്നു ആ സമയത്തിനായിട്ട് കാത്തിരിക്കുന്നു. കാരണം അവൻ ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ടാണ് ഇവിടെ അങ്ങനെ ശൗൽ തേടിയെത്തിയത്. അവിടെ ശൗൽ ഒരു ഗുഹയുടെ അകത്ത് കിടക്കുന്നതായിട്ട് കാണുവാനായിട്ട് സാധിക്കുന്നു. അപ്പോൾ അവൻ തന്നെയാണുള്ളത്. ആ ഗുഹയിൽ ദാവീദും ആൾക്കാരും ഉണ്ടായിരുന്നു. അങ്ങനെ ശൗലിൻ്റെ അടുത്ത് ദാവീദ് ചെല്ലുന്നതും അവിടെ ശൗലിൻ്റെ കൂടെ വേറെ ആരുമില്ല. അപ്പോൾ ദാവീദിൻ്റെ ആൾക്കാർ പറയുന്നതാണ്, ദൈവം നിൻ്റെ ശത്രുവിനെ നിൻ്റെ കയ്യിൽ ഏൽപ്പിച്ചു, അവനെ കൊന്നുകളക, രാജാവാകുക എന്നാണ് അവർ പറയുന്നതിൻ്റെ അർത്ഥം. എന്നാൽ അവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്ന, ദാവീദ് കൊന്നില്ല എന്ന് തന്നെയല്ല, ആ വസ്ത്രത്തിൻ്റെ ഒരഗ്രം മുറിച്ചതുകൊണ്ട് അവൻ്റെ മനസ്സ് കുത്തിത്തുടങ്ങി എന്നുള്ളതാണ്. പ്രിയ സഹോദരിമാരെ, നമ്മുടെ ജീവിതത്തിൽ നാം ഇങ്ങനെയുള്ള മറ്റുള്ളവരെക്കുറിച്ച് പറയുന്നതായിട്ടുള്ള സമയങ്ങളിൽ, മറ്റുള്ളവരെ ഉപദ്രവിക്കുന്നതായിട്ടുള്ള സമയത്തും, മറ്റുള്ളവരെക്കുറിച്ച് ഇല്ലാത്ത കാര്യങ്ങൾ പറഞ്ഞിട്ട് മറ്റുള്ളവരെ അങ്ങനെയുള്ള കാര്യത്തിൽ ഉപദ്രവിച്ചിട്ട് നമ്മുടെ മനസാക്ഷിയിൽ എന്തെങ്കിലും കുത്ത് നമ്മുടെ മനസാക്ഷിയിൽ ഉണ്ടാകാറുണ്ടോ എന്ന് നമ്മളെ തന്നെ ഒന്ന് ചിന്തിക്കുന്നത് നല്ലതായിരിക്കാം. എന്നാൽ ഒരു ചെറിയ തെറ്റ് ചെയ്തപ്പോൾ അവൻ്റെ മനസാക്ഷി കുത്തിത്തുടങ്ങി എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്. എന്താണ് ഈ മനസാക്ഷി കുത്താനുള്ള കാരണം എന്നുള്ളത് നമുക്ക് ചിന്തിക്കുമ്പോൾ, ദാവീദ് ദൈവത്തെ ഭയപ്പെട്ട
ഒരു വ്യക്തിയാണ് എന്നുള്ളത് നമുക്ക് ദാവീദിൻ്റെ സങ്കീർത്തനങ്ങളിൽ പല ഭാഗങ്ങളിൽ നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. സങ്കീർത്തനങ്ങൾ 34-9 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവീൻ, അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ലല്ലോ. അവൻ ദൈവത്തിൽ വിശ്വസിച്ചു, ആ വിശ്വാസം അവൻ പ്രവൃത്തിയിൽ കൂടെ കാണിച്ചതാണെന്ന് നമ്മൾ കണ്ടു. അതുതന്നെയാണ് അവൻ്റെ ഭക്തന്മാർക്ക് ഒന്നിനും മുട്ടില്ല. അവൻ്റെ സമയത്തിനായിട്ട് കാത്തിരിപ്പാനായിട്ട് ദാവീദിന് ഒരു പ്രയാസവുമില്ല. അത് അതുകൊണ്ട് പറയാണ്, യഹോവയുടെ വിശുദ്ധന്മാരെ അവനെ ഭയപ്പെടുവിൻ. അതുപോലെ തന്നെ 111 സങ്കീർത്തനം നമ്മൾ 111 വാക്യത്തിൽ നാം കാണുന്നത്, യഹോവഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാകുന്നു, അവയെ ആചരിക്കുന്ന എല്ലാവർക്കും നല്ല ബുദ്ധിയുണ്ട്. ഇവിടെ നമുക്ക് കാണാനായിട്ട് സാധിക്കുന്നത് യഹോവ ഭക്തി അല്ലെങ്കിൽ യഹോവയെ ഭയപ്പെട്ട് ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവർക്ക് നല്ല ബുദ്ധിയുണ്ട് എന്നുള്ളതാണ്. നമുക്ക് സദൃശവാക്യങ്ങൾ 3-7 വാക്യത്തിൽ വായിക്കുന്നത്, നിനക്ക് തന്നെ നീ ജ്ഞാനിയായി തോന്നരുത്, യഹോവയെ ഭയപ്പെട്ട് ദോഷം വിട്ടുമാറുക. യഹോവയെ ഭയപ്പെട്ടാൽ എന്താണ് ഗുണം? ദോഷം വിട്ടുമാറാനായിട്ട് സാധിക്കുമെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അതുപോലെ തന്നെ 9-10 വാക്യത്തിൽ, സദൃശവാക്യങ്ങൾ 9-10 വാക്യത്തിൽ നാം കാണുന്നത്, യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭവും പരിശുദ്ധനെക്കുറിച്ചുള്ള പരിജ്ഞാന വിവേകവുമാകുന്നു. ഇവിടെയെല്ലാം നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കുന്നത്, നമ്മുടെ ജീവിതത്തിൽ യഹോഭക്തി ഉണ്ടെങ്കിൽ നമുക്ക് ഭയപ്പെടേണ്ട ആവശ്യമില്ല. കാരണം നമുക്ക് നല്ല വിവേകമുണ്ട്, ജ്ഞാനമുണ്ട്. അതുകൊണ്ട് തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കി ദോഷം വിട്ട് ജീവിക്കുവാനായിട്ട് നമുക്ക് സാധിക്കും. മാത്രമല്ല, യഹോവയെ ഭയപ്പെടുന്ന ഒരു വ്യക്തിയെ സംബന്ധിച്ചിടത്തോളം അവനൊന്നിനും കുറവില്ല എന്നുള്ളത് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഫിലിപ്പിയർക്ക് എഴുതിയ ലേഖനം 2-ാം അധ്യായത്തിൽ നാം കാണുന്നത്, ഫിലിപ്പിയർ 2-12 മുതലുള്ള വാക്യത്തിൽ നാം കാണുന്നത്, അവിടെയും യഹോവയെ ഭയപ്പെടുന്ന, അല്ലെങ്കിൽ അവിടെ എങ്ങനെ പൗലോസ് അപ്പോസ്തലൻ അവരോട് പറയുകയാണ്, ഞാൻ നിങ്ങളോട് കൂടി ഉള്ളപ്പോൾ മാത്രമല്ല, ഞാനില്ലാത്ത സമയത്തും യഹോവയെ ഭയപ്പെടണം. കാരണം എന്താണെന്ന് വെച്ചാൽ അവിടെ പറയുന്നത്, അതുകൊണ്ട് പ്രിയമുള്ളവരെ, നിങ്ങളെല്ലായ്പ്പോഴും അനുസരിച്ചതുപോലെ ഞാൻ അരികത്തിരിക്കുമ്പോൾ മാത്രമല്ല, ഇന്ന് ദൂരത്തിരിക്കുമ്പോഴും ഏറ്റവും അധികമായി ഭയത്തോടും മുറിയലുകളോടും കൂടെ നിങ്ങളുടെ രക്ഷയ്ക്കായി പ്രവർത്തിക്കുക. ഇച്ഛിക്കുക എന്നതും പ്രവർത്തിക്കുക എന്നതും നിങ്ങളിൽ ദൈവമല്ലോ തിരുവള്ളമുണ്ടായിട്ട് പ്രവർത്തിക്കുന്നത്. വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ നിങ്ങൾ അനിമ്യരും പരമാർത്ഥികളും ദൈവത്തിൻ്റെ നിഷ്കളം മക്കളുമാകേണ്ടതിന് എല്ലാ പിറുപിറുപ്പും വാദവും കൂടാതെ ചെയ്യുവിൻ. ഇവിടെ നമുക്ക് അനിമ്യരായിട്ട്, പരമാർത്ഥികളായിട്ട്, നിഷ്കളങ്ക മക്കളായിട്ട്, പിറുപിറുപ്പില്ലാത്തവരായിട്ട് ജീവിക്കണമെങ്കിൽ നമുക്കിവിടെ കാണുവാനായിട്ട് സാധിക്കും, ദൈവത്തെ ഭയപ്പെടുന്ന ഒരു വ്യക്തിക്ക് മാത്രമേ ജീവിക്കുവാനായിട്ട് സാധിക്കത്തുള്ളൂ. അനേക ഭാഗങ്ങളിൽ അത് നമുക്ക് കാണാനായിട്ട് സാധിക്കും. 2 കൊരിന്ത്യർ 7-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യത്തിൽ നമ്മളത് തന്നെയാണ് കാണുന്നത്. 2 കൊരിന്ത്യർ 7-1. പ്രിയമുള്ളവർ, ഈ വാഗ്ദത്തങ്ങൾ ഉള്ളത് കൊണ്ട് നാം ജഡത്തിലെയും ആത്മാവിലെയും സകല കന്മഷവും നീക്കി നമ്മെ തന്നെ വെടുപ്പാക്കി ദൈവഭയത്തിൽ വിശുദ്ധിയെ തികച്ചുകൊള്ളുക. അതുകൊണ്ട് പ്രിയ സഹോദരിമാരെ, നമ്മളിവിടെ കാണാനായിട്ട് സാധിക്കും, ദൈവഭയമുണ്ടെങ്കിൽ നമുക്ക് ദോഷം വിട്ടുമാറി ജീവിക്കാനായിട്ട് സാധിക്കും. ദൈവഭയമുണ്ടെങ്കിൽ നമുക്ക് ജ്ഞാനം വിവേകമുണ്ടായിട്ട് തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കി അതിൽ തെറ്റ് മാറ്റി ശരി മാത്രം ചെയ്ത് ജീവിക്കുവാനായിട്ട് സാധിക്കും. ദൈവഭയമുണ്ടെങ്കിൽ നമുക്ക് വിശുദ്ധരായിട്ട് ഈ ലോകത്തിൽ ജീവിക്കുവാനായിട്ട് സാധിക്കും. മാത്രമല്ല, ഈ വക്രതയുടെ കോട്ടമുള്ള തലമുറയുടെ മധ്യത്തിൽ നമുക്ക് ദൈവമുണ്ടെങ്കിൽ നിഷ്കളങ്കരും വിശുദ്ധരും കുറ്റമില്ലാത്തവരുമായിട്ട് ജീവിക്കുവാനായിട്ട് സാധിക്കും. അതാണ് ദാവീദിൻ്റെ ജീവിതത്തിൽ ഉണ്ടായിരുന്നതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. ദാവീദ് ദൈവത്തെ ഭയപ്പെട്ട് ജീവിക്കുന്ന ഒരു വ്യക്തിയായിരുന്നു. അതുകൊണ്ട് ദാവീദിൻ്റെ ജീവിതത്തിൽ ജ്ഞാനവും വിവേകവും അവനിലുണ്ടായി. അതുകൊണ്ട് തന്നെ അവന് തെറ്റും ശരിയും എന്താണെന്ന് മനസ്സിലാക്കുവാനുള്ള കഴിവ് അവിടെ ഉണ്ടായി. ദാവീദ് അഭിഷക്തനായ ശൗലിനെ കൊല്ലുന്നത് തെറ്റാണ് എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് ദാവീദിന് ഒരു ബുദ്ധിമുട്ടും ഉണ്ടായില്ല എന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇങ്ങനെ ഒരു പ്രാവശ്യമല്ല ശൗൽ ദാവീദിൻ്റെ മുമ്പിൽ ശൗൽ പെട്ടതെന്ന് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. രണ്ടാമതും അതുപോലെ ഒരു സാഹചര്യം ഉണ്ടായി. അവന് വേണമെങ്കിൽ ചിന്തിക്കാമായിരുന്നു, ദൈവം തന്ന അവസരമാണ്. എന്നാൽ അവനിൽ ജ്ഞാനം വിവേകം ഉണ്ടായതുകൊണ്ട് അവന്
മനസ്സിലാക്കുവാനായിട്ട് സാധിച്ചു. അത് തെറ്റാണ്, അഭിഷക്തൻ്റെ മേൽ കൈ വയ്ക്കുന്നത് തെറ്റാണെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. 1 ശമൂവേൽ 26-ാം അധ്യായത്തിൽ 9-ഉം 10-ഉം വാക്യത്തിൽ അതാണ് നാം കാണുന്നത്. ദാവീദ് അബിശായിയോട് അവനെ നശിപ്പിക്കരുത്, യഹോവയുടെ അഭിഷക്തൻ്റെ മേൽ കൈ വെച്ചിട്ട് ആർ ശിക്ഷ അനുഭവിക്കാതെ പോകും എന്ന് പറഞ്ഞു. യഹോവയാണേ, യഹോവ അവനെ സംഹരിക്കും, അല്ലെങ്കിൽ അവൻ മരിപ്പാനുള്ള ദിവസം വരും, അല്ലെങ്കിൽ അവൻ പടയ്ക്ക് ചെന്ന് നശിക്കും. ഞാൻ യഹോവയുടെ അഭിഷക്തൻ്റെ മേൽ കൈവയ്പ്പാൻ യഹോവ സംഗതി വരുത്തരുതേ, എങ്കിലും അവൻ്റെ തലയ്ക്കിലുള്ള കുന്തവും ജലപാത്രവും എടുത്തുകൊള്ളുക, നമുക്ക് പോകാമെന്ന് ദാവീദ് പറഞ്ഞു. 2-ാമത്തെ പ്രാവശ്യവും ദാവീദിൻ്റെ മുമ്പിൽ ശൗലിനെ കിട്ടിയെന്ന്, മറ്റുള്ളവർ ആരുമില്ലാത്ത സമയത്ത് ശൗലിൻ്റെ മുമ്പിൽ കിട്ടിയെന്ന് നമുക്ക് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. എന്നാൽ അപ്പോൾ ദാവീദ് അത് ചെയ്തില്ല എന്ന് തന്നെയല്ല, അത് കഴിഞ്ഞിട്ട് ദാവീദിൻ്റെ സംസാരവും നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അത് കഴിഞ്ഞിട്ട് ഇത് രണ്ടും അവൻ എടുത്തു കഴിഞ്ഞിട്ട് അവൻ പറയുകയാണ്, ശൗലിൻ്റെ സേനാനായകനായ അബ്നേറിനോട് പറയുകയാണ്, ദാവീദ് ജനത്തോട് നേരിൻ്റെ മകൻ അബ്നേറിനോട്, അബ്നേരെ നീ ഉത്തരം പറയുന്നില്ലയോ എന്ന് വിളിച്ചു പറഞ്ഞു. അതിന് അബ്നേർ, രാജസന്നിധിയിൽ കൂകുന്ന നീ ആരെന്ന് ചോദിച്ചു. ദാവീദ് അബ്നേറിനോട് പറഞ്ഞു, നീ ഒരു പുരുഷനല്ലയോ? ഇസ്രായേൽ നിനക്ക് തുല്യൻ ആരുള്ളൂ? അങ്ങനെ ഇരിക്കെ നിൻ്റെ യജമാനായ രാജാവിനെ നീ കാത്തുകൊള്ളാതിരുന്ന എന്ത്? നിൻ്റെ യജമാനായ രാജാവിനെ നശിപ്പിപ്പാൻ ജനത്തിലൊരുത്തൻ അവിടെ വന്നിരുന്നുവല്ലോ. നീ ചെയ്ത കാര്യം നന്നായില്ല. യഹോവയുടെ അഭിഷിക്തനായ നിങ്ങളുടെ യജമാനെ കാത്തുകൊള്ളാതിരുന്നാൽ യഹോവയാണേ നിങ്ങൾ മരണയോഗ്യർ. അത് കഴിഞ്ഞിട്ട് പറയുകയാണ്, രാജാവിൻ്റെ കുത്തവും അവൻ്റെ തലക്കിലിരുന്ന ജലപാത്രവും ഇവിടെയുണ്ട്, അത് നീ എടുത്തുകൊള്ളുക എന്ന് അവൻ പറയുകയാണ്. അപ്പോൾ കുറച്ച് നേരത്തേക്ക് ശൗലിന് ബോധം വന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. അപ്പോൾ ശൗൽ പറയുകയാണ്, അത് കഴിഞ്ഞ് ശൗലിനോട് ദാവീദ് പറഞ്ഞു, എന്തിനാണ് അങ്ങ് എന്നെ തേടി നടക്കുന്നത്? ഞാൻ വെറും ഒരു കാട്ടുകോഴിയല്ലയോ? പർവ്വതങ്ങളിൽ ഒരു കാട്ടുകോഴിയെ തേടുന്ന ഒരു ചെള്ളല്ലയോ? അവനെ തന്നെ താഴ്ത്തുന്നത്, ശൗലിൻ്റെ മുമ്പാകെ താഴ്ത്തുന്നതായിട്ട് നമുക്ക് കാണുവാനായിട്ട് സാധിക്കും. അങ്ങനെ യഹോവയുടെ അഭിഷക്തൻ്റെ മേൽ കൈവെപ്പാൻ അവൻ ഒരിക്കലും തുനിഞ്ഞില്ല എന്നുള്ളത് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. ഇത് കേട്ടപ്പോൾ ശൗൽ പറയുകയാണ്, ദാവീദ്, എൻ്റെ മകനെ ദാവീദെ, നീ അനുഗ്രഹിക്കപ്പെട്ടവൻ, നീ കൃതാർത്ഥനാകും, നീ ജയം പ്രാപിക്കും എന്ന് പറഞ്ഞു. അങ്ങനെ ശൗലിൻ്റെ വഴിക്കും ദാവീദിൻ്റെ വഴിക്കും പോയി. പിന്നീട് ദാവീദ് ദൈവം പറഞ്ഞ സമയത്ത്, ദൈവം കൽപ്പിച്ച സമയത്ത്, ദൈവം ആഗ്രഹിച്ച സമയത്ത് ദാവീദ് രാജാവായി തീർന്നെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. അവൻ്റെ ഹൃദയത്തിന് ഒരു കുത്തുപോലും, അത് മനസാക്ഷി കുത്തുപോലും ഉണ്ടാകാതെ വണ്ണം അവൻ്റെ ഹൃദയം ശുദ്ധമായിരുന്നു. കാരണം അവൻ ദൈവത്തെ ഭയപ്പെട്ടു. അവൻ ദൈവത്തെ ഭയപ്പെട്ടതുകൊണ്ട് വിവേകത്തോടുകൂടെ കാര്യങ്ങൾ ചെയ്യുവാനായിട്ട് ദാവീദിന് സാധിച്ചു. ദോഷം വിട്ടകലുവാനായിട്ടും അവന് സാധിച്ചെന്ന് മനസ്സിലാക്കുവാനായിട്ട് സാധിക്കും. നമ്മുടെ ജീവിതത്തിൽ നാമും ദൈവത്തോട് ഭയമുള്ളവരായിട്ട്, യഹോഭക്തിയിൽ ജീവിപ്പാനായിട്ട്, യഹോഭക്തി ജ്ഞാനത്തിൻ്റെ ആരംഭമാണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് യഹോഭക്തിയോടുകൂടി ജീവിപ്പാൻ, ദോഷം വിട്ടകന്ന് ഈ വക്രതയും കോട്ടമുള്ള തലമുറയുടെ നടുവിൽ അനിന്ദരും പരമാർത്ഥികളും നിഷ്കളങ്ക മക്കളുമായിട്ട് ജീവിപ്പാൻ കർത്താവ് നമ്മളെ സഹായിക്കട്ടെ. അവൻ്റെ വലിയ നാമം മഹത്വപ്പെടുമാറാകട്ടെ.